വെച്ചാൽ ഞങ്ങൾ അമ്പലത്തിലൊന്നും വരില്ലല്ലോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ വരുമ്പോ ഞങ്ങൾ സമ്മതിക്കില്ലല്ലോ. പിന്നെ എന്താ വന്നത്? അതിനെ ഞങ്ങള് വീട്ടിൽ നിന്ന് പോന്നപ്പോ മാമന്റെ ഓടിക്ക് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് പോന്നത്. അമ്പലം അടിച്ചില്ലേ, ഇന്ന് പുള്ള കയറാനൊന്നും പറ്റില്ലല്ലോ. നമ്മള് ഭയങ്കര വിഷമത്തിലല്ലേ, നമ്മളെ കാര്യങ്ങൾ ദൈവത്തിലോട് നമ്മൾ പറയാ. നീ പറഞ്ഞ കഴിച്ച് നമ്മളെ ഒറ്റയിലുള്ളൂ. കുട്ടികളെ നമ്മളെ നല്ലോണം കണ്ണടിച്ച് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇനി വേറൊന്നുമില്ല. നമ്മൾ ദൈവത്തിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ നമ്മൾ ദൈവം മാത്രമല്ല നമുക്ക് തോന്നാം കേട്ടോ. നല്ലോണം കണ്ണടിച്ച് പ്രാർത്ഥിച്ചോളൂ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല. ഞാൻ ഈ 3 കുട്ടികളെ വിട്ട് പോകാൻ എനിക്ക് കഴിയണില്ല. എന്തായാലും ഞാൻ ഈ കുട്ടികളെയും കൊണ്ട് പോവുകയാണ്. എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ. നമുക്ക് പോകും കുട്ടികളെ. അല്ല, നമ്മള് മാമന്റെ വീട്ടിലേക്ക് അല്ലാണ്ട് അമ്പലത്തിക്കല്ലേ പോകുന്നത്. ഞങ്ങട്ടാ എനിക്ക് വിശക്കുണ്ട്. എനിക്ക് ഒന്നും വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു അടിയാണ്. എനിക്ക് വാങ്ങിത്തരാ. അവിടെ തന്നെ കടയിലെത്തട്ടെ. അവിടെ കടയിലെത്തിട്ട് വാങ്ങിത്തരാ. അല്ല നമ്മള് മാമന്റെ അവിടേക്ക് ഇത് കൂടെ ഒക്കെ പോണോ? ഇതില് പോവാ. ഇതില് കുറുക്ക് വഴി ഉണ്ടേ. ഇതിലെങ്ങനെ പോവാ നമുക്ക് കേട്ടോ. വെള്ളം മീൻ പിടിക്കാ. കുറച്ച് കഴിയട്ടെ. നല്ല വെള്ളമുള്ള സ്ഥലമാണ് നമുക്ക്. പിന്നെ നല്ല ഒഴുക്കുള്ള വെള്ളം കേട്ടോ. നല്ല ശ്രദ്ധിക്കണേ. ഇവിടെ വേഗം പോവുക. ഇവിടെ നല്ല ഒഴുക്കുണ്ട്. ഇവിടെ നല്ല ഒഴുക്കുണ്ട്. നമുക്ക് വേഗം പോവുക. നല്ല ഒഴുക്കുള്ള വെള്ളാണിത്. ശരി കേട്ടോ. നല്ല ഒഴുക്കുള്ള വെള്ളാണ്. നല്ല പ്രാർത്ഥിച്ചോളൂ. നമുക്ക് പോവാ. നല്ല പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഇതിന്റെ സൗണ്ട് കേട്ടിട്ട് പേടിയാണ്. നല്ല ഒഴുക്കുണ്ട്. ഇവിടുന്ന് വീണാ പിന്നെ പണിയായി. എന്നാ പ്രാർത്ഥിക്കണം കേട്ടോ കുട്ടികളെ. നമുക്ക് ഒരുമിച്ച് പോവാം. എല്ലാവർക്കും ഒരുമിച്ച് ഒപ്പം പോവാം നമുക്ക് കേട്ടോ. ഈ ചങ്ങായിമാർ ഏതാ ഈ കുട്ടികളെ കൊണ്ട് ഈ സമയത്ത് ഇവിടെ ഇവര് ആരാ എവിടെയാണാവോ? ശ്രദ്ധിക്കട്ടോ. ഹലോ, നിങ്ങൾ എവിടെ ഇവിടെ കാണാത്ത ആളാണല്ലോ. ഇവിടെ ഈ സമയത്ത് കുട്ടികളെ കൊണ്ട് വെള്ളം കാണാൻ വന്ന് ഇവിടെ നിൽക്കാൻ പാടില്ല. ഇതൊന്നായിട്ട് മലവെള്ളം വരുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പൊ അടുത്താണ് കുട്ടികൾ വെള്ളത്തിൽ പോയിട്ട് മരിച്ച ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ? ഇവിടെ നിൽക്കാൻ പാടില്ല. ഇത് പോയിക്കോളി. ഇവിടെ നിൽക്കല്ലേ. ഇത് അപകട ഏരിയ ആണിത്. ഇവിടെ നിൽക്കല് പോയിക്കോളി. ഇവിടെ നിൽക്കല് അന്തല്ലാത്ത മനുഷ്യരെ കുട്ടികളെ കൊണ്ട് വെള്ളം കാണാൻ വന്ന ഈ സമയത്ത് പോയിക്കോളി. ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാട്ടോ. പോവാ. ഇവിടെ നിക്കണില്ല. നമ്മൾ പോവന്നെയാണ് കേട്ടോ. അത് പോയിക്കാലേ. അവിടെ നിൽക്കാൻ പാടില്ല. ഒന്നായിട്ട് വെള്ളം വരും. ആ മക്കളെയും കൊണ്ട് ഇവിടെ നിൽക്കണ്ട. നമുക്ക് ഭക്ഷണം നിന്നിട്ടേ വേറെ കാണാൻ പറ്റുള്ളതൊക്കെ കേട്ടോ. ഉണ്ണി, ഞാൻ എന്നെ എടുക്കാൻ വന്നതേ ഒരു ടീം, ഒരു അച്ഛനും 3 മക്കളും അതിനോട് വെക്കണോ. ആ ചങ്ങായിമാരാണ്. കുട്ടികൾക്കൊക്കെ എന്നാണ് ഇതേമാതിരി ഒരു പേപ്പറിൽ വായിച്ചില്ലേ, കുടുംബത്തിലെ 3 ആൾക്കാരെ വള്ളത്തിൽ ചാടി. നമുക്ക് പോയി ചോദിച്ചോക്കാം. അതെ, നമുക്ക് അങ്ങനെ ചോദിച്ചോക്കാം അവരോട് സംഭവം. ആ ചങ്ങായിക്ക് തീരെ എന്തല്ലേ. എത്ര കുട്ടികള്, ചെറിയ കുട്ടികളായിട്ട് ഇവിടെ എല്ലാത്തിനും ഡേഞ്ചർ ഏരിയ എന്ന് അവർക്ക് അറിയില്ലേ. എന്താണത്? ഒരു ഇതുമില്ലല്ലോ. നമ്മളെ കണ്ടപ്പോ കുട്ടിയൊക്കെ വെള്ളം കാണിച്ചു കൊടുക്കട്ടോ. എന്താ ചങ്ങായിക്ക് ഭ്രാന്താണോ? ഇവിടെ ഭയങ്കര ഡേഞ്ചർ ഏരിയ. കണ്ടില് വെള്ളം കുത്തി ഒഴുക്കുള്ളതാണ് ഇവിടെ. ഈ സമയത്തോ ഇതിക്കൊക്കെ തെന്നി വീണിട്ടുണ്ട്. പിന്നെ അവിടെ കിട്ടാൻ തന്നെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇവിടുന്ന് കിട്ടല്. ഇത്ര ഡേഞ്ചർ ഏരിയ ആണ്. അല്ല, നിങ്ങൾക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ. നിങ്ങൾ വരും അങ്ങോട്ട് മാറിക്കാം. നമുക്ക് ഇറക്കി എന്താ നമുക്ക് ചോദിക്കാം. നമുക്ക് എന്താണ് നോക്കി നടക്കുമ്പോളെ അവിടെ എന്താണ് കണ്ടിട്ട് ഒരു ഇടങ്ങാറമാതിരി എന്താ സംഭവം? എന്താ ഇതിപ്പോ എന്നാണ് ടീം വെള്ളത്തിൽ ചാടിയ ന്യൂസ് നമ്മള് കേൾക്കണത്. കുട്ടികളെയും കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പറയും. ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. സ്കൂളില്ലാത്തല്ലേ ഞങ്ങൾ കുട്ടിക്ക് വെള്ളം കാണിക്കാൻ വേണ്ടി വന്നാണേ. അതൊന്നല്ല കേട്ടോ. നിങ്ങൾക്ക് എന്തോ ഇതുണ്ട്. സംഭവങ്ങളെ മുഖം കണ്ടിട്ട് നിങ്ങൾ കുട്ടികളായിട്ട് നല്ലതിന് വന്നതല്ല. സംഭവം കാര്യം പറയാം. എന്താ നമ്മൾ പരിഹാരം ഉണ്ടാക്കാൻ അല്ലല്ല. ആ കുട്ടികൾ പാവം കുട്ടികൾ. എന്താണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പറയും. ഇപ്പൊ ഇതന്നെ പേപ്പറിൽ കാണുന്നുള്ളൂ എന്നെ. അപ്പൊ തുറന്ന് പറഞ്ഞോളി. നമ്മളൊരു ഏട്ടന്മാരെ അനിയന്മാരെ മാറി കൂട്ടിയാണ് നമ്മളോട് പറഞ്ഞോളി. എന്തുണ്ടെങ്കിൽ നമ്മളെ കൂടെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണ് നമ്മൾ പരിഹരിച്ചു തരാം. അല്ല, അപ്പൊ ഈ കുട്ടികളായിട്ട് ഇപ്പൊ നിങ്ങൾ ഈ നേരത്തെ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. തുറന്ന് പറയും സത്യമായിട്ട്. നമ്മളോട് നമ്മളെ കൂടപ്പിറപ്പുമാരി എന്നോട് പറഞ്ഞോളി. നമുക്കിത് കാണാൻ പറ്റാത്തോണ്ടാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഒന്നുമില്ല. തുറന്ന് പറയും. ഓക്കെ നമുക്ക് കേട്ടോ. എന്തോ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോ നിങ്ങൾ ചോദിക്കാൻ പറയാന്നുള്ളൂ. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ഞാൻ വാടകയ്ക്കാണ് ഇതുവരെ നിന്നത്. വാടക കൊടുക്കാത്ത ആളെ ഇറക്കിടാൻ നിൽക്കണേ. ഞാനിപ്പോ 3 കുട്ടികളെ ഉള്ളൂ. ഒരു അമ്മല്ല.
അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിൽക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ പണിക്ക് പോകാൻ എനിക്ക് കഴിയില്ല. ഊരാനായിട്ട് ഡിസ്കിന് കംപ്ലൈൻറ്റ് പണിക്ക് പോകാൻ കഴിയില്ല. വാടകയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ല. സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുട്ടികളിപ്പോൾ എന്താ ചെയ്യുക? അപ്പം ഞാൻ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒറ്റയ്ക്ക് എങ്ങനെ പോകാൻ നിൽക്കുക. അപ്പം എൻ്റെ 3 കുട്ടികളെ ഇവിടെ ആക്കി പോകണ്ടല്ലോ ചോദിച്ചാൽ ഞാൻ എൻ്റെ കുട്ടികളെ പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇവിടെ സമൂഹല്ലേ, എന്താണ് നിങ്ങളത്? ഞാൻ കുട്ടികളെ നോക്കി ഒന്നും അറിയില്ല, എന്നിട്ട് ഓലെ നിങ്ങൾ ഇതിന് വിളിച്ചോടുന്നൊക്കെ എന്താ ചെയ്യാം? കുട്ടികളെ അപ്പൊ ഷാഫി ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഏട്ടാ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും തുറന്നു പറയാം, അപ്പോഴല്ലേ നമ്മളെ സമൂഹം അറിയുള്ളൂ. ഇപ്പത്തെ നമ്മളെ കേരളക്കാർ മലയാളക്കാർ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ ഇടപെട്ടിട്ട് അതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. ഏത് വിഷയത്തിനും ഒരു പരിഹാരമുണ്ട്. നിങ്ങൾ ഈ കുട്ടികളായിട്ട് ഒന്നും അറിയാത്ത കുട്ടികളായിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ജീവിതം പോകുന്നല്ലാതെ വേറെ ആർക്കും നഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾ ജീവിക്കണം, എല്ലാവരും ഒപ്പുണ്ട്. നിങ്ങൾ വരുമ്പോൾ പോലെ കൊണ്ടുപോവാം. ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. കാരണം എന്ത് വിഷയമാണെങ്കിലും നമ്മുടെ സമൂഹത്തിനെ അറിയിച്ചാൽ ഇനി ഒന്നിനും സോഷ്യൽ മീഡിയയിൽ അറിയിച്ചാലും അത് നല്ല സത്യമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മലയാളികൾ നിൽക്കും. അതാണ് നമ്മുടെ സമൂഹം കേട്ടോ. അല്ല ഒരാളെ ഒറ്റപ്പെടുത്താതല്ല. നിങ്ങളിങ്ങനെ ചിന്തിക്കുക ചെയ്യരുത് കേട്ടോ. എല്ലാരും ഒപ്പം ഉണ്ടാവും. അത് ജാതി മതം ഒന്നുമില്ല. നിങ്ങൾ ഒരു പേടിയും പേടിക്കണം. കുട്ടികളെ അതൊന്നും ഇതാക്കണ്ട, ഞങ്ങൾ ഒപ്പുണ്ട് കേട്ടോ. ആരോടെ ഇറക്കി വല്ല ശ്രദ്ധിച്ചിറക്കിട്ടാ.